തലമുറയ്ക്ക് എന്നോട് വലിയ അടുപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനാണ് അടുപ്പ്. പക്ഷെ പഴയ വീട്ടമ്മമാർക്ക് എന്നോട് നല്ല അടുപ്പമായിരുന്നു. കാരണം അവരുടെ ജീവിതത്തിലെ സന്തോഷം, സങ്കടം, സ്നേഹം എല്ലാത്തിനും അടുക്കളയില് ഞാൻ സാക്ഷിയായിരുന്നിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ അടുക്കള പരിഷ്കരിച്ച് നൈസായിട്ട് അവരെന്നെ അങ്ങ് ബഹിഷ്കരിച്ചു. പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഗ്യാസ് കിട്ടാനില്ല, ഗ്യാസിന് ഭയങ്കര ക്ഷാമമായതുകൊണ്ട് മാത്രം. ഈ സിറ്റുവേഷനിൽ ഞാൻ ഭർത്താക്കന്മാരോടൊരു കാര്യം പറയാം. ഭാര്യമാര് വീട്ടിൽ എന്ത് വെച്ച് തന്നാലും ഒരു കുറ്റവും കുറവും കണ്ടുപിടിക്കാതെ മിണ്ടാതിരുന്നങ്ങ് തിന്നോളണം. പുറത്തു പോയി കഴിക്കാന്ന് വെച്ചാൽ ഹോട്ടലുകളൊന്നുമില്ല, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടപ്പാണ്. വാശി പിടിച്ചിരുന്ന വിശന്ന് നിങ്ങൾ അടപ്പ് തെറിക്കുമെന്നല്ലാണ്ട് വേറൊരു കാര്യവും നടക്കില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ കുറേ കാലം നമ്മൾ ഒരാളെ കാണാതിരുന്നിട്ട് കാണുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അതൊരു ഫീലാണല്ലേ? അങ്ങനൊരു ഫീൽ ഇന്ന് ഞാൻ അനുഭവിക്കാൻ പോവാണ്. കാരണം ഇന്നെന്റെ വിറകേട്ടനെ കാണാൻ പോവാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാനും എന്റെ വിറകേട്ടനും കണ്ടുമുട്ടുക. വിറകേട്ടാ, വിറകേട്ടാ, അയ്യോ, എരിയുന്ന കരളിന്റെ ദീപങ്ങൾ പിടയുന്ന മാനിന്റെ നൊമ്പരം കാണും. വിറകേട്ടാ, സുഖം തന്നെ അല്ലേ? ചോദിച്ചേട്ടാ, സുഖം തന്നെ അല്ലേന്ന്. ഒരു തണൽ മരമായിരുന്നു എന്നെ മിച്ചന്മാളാണ് അറുത്തിട്ടത്. അത് തത്തൊക്കെ പൊത്തൊക്കെ ഒന്നും പറഞ്ഞോണ്ട് 3 മാസമാണ് വെയിലത്തുണ്ടത്. 3 മാസം. അത് കഴിഞ്ഞിട്ട് കോടാലി കൊണ്ട് തന്നെ വെട്ടി പൊളന്ന് ചേച്ചിയില്ലേ, ഒരു വെട്ടോത്ത് വേണം തന്നെ 3 വെട്ട്. കുറച്ച് കഴിഞ്ഞാൽ മൂട്ടി തീയും കൊടുത്ത് ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റും. എന്നിട്ട് ചോദിച്ചേട്ടാ, സുഖം തന്നെ അല്ലേ എന്ന്. ചേട്ടാ, ഞാനത് വേറൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല, ഒരു ഭംഗി വാക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒരുത്തനെ കാണണം. അവിടെ അവൻ എവിടെ? ആ ദാസൂട്ടി അല്ല, ഗ്യാസൂട്ടി. അവൻ എവിടെ? എനിക്ക് അവനെ കാണണം. ഓ, അവനെ നമുക്ക് പിന്നെ കാണാം. ആദ്യം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. എന്നാ നമ്മളെ കാര്യം സംസാരിക്കാം, പറ. അതെ, പണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ആളുകൾക്ക് എത്ര സ്വാദുള്ള ഭക്ഷണം അല്ലേ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നേ? ശരിയാ, അതൊക്കെ ഒരു രോമാഞ്ചം വരണം. സത്യം. നിങ്ങൾ എന്തോ ഈ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഞാൻ നിന്റെ ഉള്ളിൽ കത്തി ഇങ്ങനെ അമരുമ്പോൾ, ചാരമായി നിന്ന് പുകയുമ്പോ ഈ വിറകിന്റെ മനസ്സ് ആരും കണ്ടില്ല. അതെന്താ അങ്ങനെ? ഈ വിറകിന് അടുപ്പിനോട് എന്നും പ്രണയമായിരുന്നു. ഒന്നു കണ്ടു തീരാ മോഹങ്ങൾ തേടി നാം. അതെ, ശരിക്കും എന്നോട് ഇഷ്ടമാണോ? അതെ, അവിയലിൽ അവസാനം ഒഴിക്കുന്ന വെളിച്ചെണ്ണ പോലെ, മീൻകറിയിൽ ഇടുന്ന പുളി പോലെ, രസത്തിലിടുന്ന തക്കാളി പോലെ എനിക്ക് മുന്നേ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്തോന്ന്? ഇച്ചിരി തടി കൂടുന്നുണ്ട്. ഞാൻ ഡയറ്റ് ചെയ്ത് കുറച്ചില്ലേ? ഓ, 3 മാസം വെയിലത്തിട്ട് കുറച്ചില്ലേ ഞാൻ? ഓ, ഇതിനെക്കാലം ഉണ്ടായിരുന്നു, നല്ല തടിയായിരുന്നു ഞാൻ. അതെല്ലേ? പക്ഷെ നിന്റെ മുഖമൊക്കെ ഒന്ന് വാടി കേട്ടാ, ചെറുതായിട്ടൊന്ന് മങ്ങലൊക്കെ ഉണ്ട് നിനക്ക്. അതെ, ഞാൻ കണ്ണാടി കൂട്ടിലിരുന്ന് തിളങ്ങാൻ സ്വർണ്ണമൊന്നുമല്ല, ഞാൻ പുകയെടുപ്പാണ്. അപ്പൊ ഇച്ചിരി പുകയൊക്കെ കൊള്ളുമ്പോ ഇച്ചിരി മങ്ങിയെന്നൊക്കെ ഇരിക്കും. അടുന്ന് കരയണേ എന്തിന്? ഞാൻ കരഞ്ഞില്ല. പിന്നെ ആര് കരയണത്? ഒരു വൃത്തിയേട്ട മണം. ഗ്യാസിന്റെ? എന്റെ ഗ്യാസ് അല്ല പറഞ്ഞത്, ഗ്യാസ് ഊറ്റിയില്ലേ അവന്റെതാണ്. അവൻ എന്തിനാ ഇവിടെ വെളിയിൽ കിടന്ന് കരയണം? അവനോട് ഇങ്ങോട്ട് കയറി വരാൻ പറ. ഗ്യാസ് ഊറ്റി അവിടെ കിടന്ന് കരയത് ഇങ്ങോട്ട് വേണം.